എല്ലാവർക്കും നമസ്കാരം. മഴക്കാലമാണ് അല്ലേ? എല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണ് ഈ മഴ വരുമ്പോൾ. നല്ല തണുപ്പും അല്ലേ, അധികമായിട്ടുള്ള ചൂടൊക്കെ ഫേസ് ചെയ്ത് പെട്ടെന്നൊരു മഴയിലേക്കൊക്കെ വരുമ്പോൾ ഒരു സന്തോഷമാണ്. പക്ഷേ ഈ മഴക്കാലം ഒരുപാട് കാര്യങ്ങൾക്ക് സന്തോഷം നൽകുന്നുണ്ട്. കാരണം പലതരത്തിലുള്ള രോഗങ്ങൾ വർദ്ധിച്ചു വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ സ്കിന്നിനെ എങ്ങനെ കെയർ ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. കാരണം എൻ്റെ അടുക്ക തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, മാഡം മഴക്കാലമല്ലേ, ഇനിയിപ്പോൾ സൺസ്ക്രീൻ ഒന്നും ഉപയോഗിക്കണ്ടല്ലോ, നമുക്ക് നോർമലായിട്ടൊന്നും അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ എന്നൊക്കെ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കണ്ടൻറ് എടുത്തിരിക്കുന്നത്. ഈ മഴക്കാല സമയത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്കിൻ റുട്ടീൻ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. ഇപ്പം ആയുർവേദ ശാസ്ത്രപ്രകാരം മഴ വരിക എന്ന് പറയുമ്പോൾ, മഴക്കാലം വരുമ്പോൾ ശരിക്കും നമ്മുടെ ശരീരത്തിൽ വാതദോഷം വർദ്ധിക്കുന്ന ഒരു സമയം, നമ്മളുടെ ദഹന വ്യവസ്ഥയൊക്കെ വളരെ ഡള്ളാവുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഈ ഒരു വാതാധിക്യം കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു നോർമൽ ഗ്ലോ നഷ്ടപ്പെടുന്ന ഒരു സമയവും കൂടിയാണ് മഴക്കാലം. എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡൾ ലുക്കായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ സ്കിൻ റുട്ടീൻ വളരെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ സ്കിന്നിൽ ഏറ്റവും കൂടുതൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ്, നിങ്ങളുടെ സ്കിന്ന് ഏത് തരത്തിലുള്ളതാണോ അത് മനസ്സിലാക്കി നിങ്ങൾക്കൊരു നല്ല ക്ലെൻസർ അത്യാവശ്യമാണ്. നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആവുന്ന, ഞാൻ എപ്പോഴും പറയും, ഇപ്പോൾ നോർമൽ സ്കിന്നുള്ളവർക്ക് സ്യൂട്ടബിൾ ആവുന്ന ഒരു ഫേസ് വാഷ്, അല്ലെങ്കിൽ ഓയിലി സ്കിന്നുള്ളവർക്ക് ഒരു ഓയിൽ ക്ലിയറിങ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫേസ് വാഷ്, ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുക. ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഒരു മോയ്സ്ചറൈസിങ് കണ്ടൻ്റൊക്കെ ഉള്ള ഒരു ഫേസ് വാഷ് സ്യൂട്ടബിളായിട്ട് നോക്കും. അപ്പോൾ ഇതിന് യൂസ് ചെയ്യേണ്ടത് മസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഹ്യൂമിഡിറ്റി വളരെയധികം വർദ്ധിച്ച് നിൽക്കും നമ്മളുടെ ഈ അറ്റ്മോസ്ഫിയറിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഓയിലി സ്കിന്നൊക്കെ ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ സെബം സെക്രീഷൻസ് നല്ല രീതിയിൽ കൂടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിമ്പിൾസ് കൂടുവാനുള്ള സാധ്യതയും മഴക്കാലത്തുണ്ട്. അതുകൊണ്ട് ഒരു 2-3 പ്രാവശ്യമെങ്കിലും നോർമലായിട്ടോ അല്ലെങ്കിൽ മിനിമം ഒരു 2 ടൈംസ് എങ്കിലും നല്ലൊരു ക്ലെൻസർ ഉപയോഗിച്ച് മുഖം കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് മുഖം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു നല്ല ടോണർ യൂസ് ചെയ്യുക. അപ്പോൾ ചോദിക്കും, ടോണർ ഒരു മാൻഡേറ്ററി ആണോ എന്ന് ചോദിച്ചാൽ മാൻഡേറ്ററി അല്ല. എങ്കിലും ഒരു ടോണർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ സമയത്ത് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന എക്സ്ട്രീം ഡ്രൈനെസ് അല്ലെങ്കിൽ സെൽ ഡാമേജ് അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് സഹായിക്കും. ആ സ്കിന്നൊന്ന് നല്ലൊരു ബിൽഡപ്പ്, നല്ലൊരു ടോണിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. അപ്പോൾ ടോണർ ഏത് തരത്തിലുള്ളതാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലോവേറ കണ്ടൻ്റ് ഉള്ള ടോണേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഈ ഒരു സമയത്ത് സെലക്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു മോയ്സ്ചറൈസറാണ്. കാരണം മഴ സമയമൊക്കെ വരുമ്പം നമ്മുടെ സ്കിന്നിൽ നല്ല രീതിയിൽ ഡ്രൈനെസ് ഉണ്ടാവും. കാരണം നമ്മൾ വിചാരിക്കും മഴ സമയത്ത് തണുപ്പ് എന്ന് പറയുന്ന സംഗതി കൂടുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ ഡ്രൈനെസ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മോയ്സ്ചറൈസിങ് ആക്ഷൻ അത്യാവശ്യമാണ് നമ്മുടെ സ്കിന്നിന്. ഒരു നല്ല ഹൈഡ്രേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ ഈ സമയമാകുമ്പോൾ പലരും വെള്ളം കുടിക്കുന്നത് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിന്നിന് ഹൈഡ്രേഷൻ വളരെ കുറയും. അവിടെ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഒരു നല്ല മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. ഡെയിലി കുളിച്ച് വന്നതിന് ശേഷം മുഖമൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളത് സ്കിന്നിൻ്റെ ആ ഒരു ഹെൽത്ത്, ആ ഒരു ഇലാസ്റ്റിസിറ്റി കീപ്പപ്പ് ചെയ്യാനായിട്ട് അത് ഒത്തിരി സഹായിക്കും. പിന്നെ ഈ ഒരു സമയത്ത് സൺസ്ക്രീൻ അത്യാവശ്യമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. സൺസ്ക്രീൻ നമുക്ക് എപ്പോഴും അത്യാവശ്യം തന്നെയാണ് ഡേ ടൈമിൽ. കാരണം ഒരു മിനിമം SPF ഒക്കെ ഉള്ള ഒരു 30 അല്ലെങ്കിൽ 30 ആ ഒരു SPF ഒക്കെ ഉള്ള സൺസ്ക്രീനിൻ്റെ ആവശ്യം നമുക്ക് ഇപ്പോൾ ഉള്ളൂ. കാരണം നമ്മൾ പലതരത്തിലുള്ള ചൂടുകൾ എക്സ്പോസ് ചെയ്യുന്നവരാണ്. നമ്മളിപ്പം കിച്ചണിൽ നിൽക്കുന്ന ആളുകൾ ചോദിക്കാറുണ്ട്, ഞങ്ങൾ വീട്ടിലല്ലേ നിൽക്കുന്നത്, പിന്നെ എന്തിനാ ഞങ്ങൾക്ക് സൺസ്ക്രീൻ? അപ്പോൾ നമ്മൾക്ക് പലതരത്തിലുള്ള ഹീറ്റ് നമ്മളുടെ സ്കിന്നിൽ എക്സ്പോസ് ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ ഈ ഒരു സമയത്ത് നമുക്ക് മിനിമം SPF ഉള്ള സൺസ്ക്രീൻ നമുക്ക് അത്യാവശ്യം തന്നെയാണ്. ഇനിയും അടുത്ത് ചോദിക്കാറുള്ളൊരു കാര്യമാണ്, ഈ ഒരു സമയത്ത് നമ്മൾ എണ്ണ തേച്ച് കുളിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ചില ആളുകളുടെ സ്കിന്ന് നമുക്കറിയാം ഭയങ്കര ഡ്രൈ ആയിരിക്കും. അവരെന്ത് തന്നെ ചെയ്താലും അവരുടെ സ്കിന്നിൻ്റെ ഒരു രൂക്ഷത കുറയത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ശുദ്ധമായ വെളിച്ചെണ്ണയോ എള്ളെണ്ണയോ തേച്ച് കുളിക്കുന്നത് വളരെ ഉത്തമമാണ്. കുളിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിലും കാലിലും ഒക്കെ നല്ല രീതിയിൽ എണ്ണയൊക്കെ തേച്ച് മുഖത്ത് നല്ല ഓയിലി സ്കിന്നുള്ളവർ എണ്ണ തേക്കണമെന്നില്ല. അല്ലാതെ ഡ്രൈ സ്കിന്നുള്ള ആളുകൾ തേച്ച് കുളിക്കുന്നത് ഈ ഒരു സമയത്തുണ്ടാകുന്ന അധികമായിട്ടുള്ള രൂക്ഷത കുറയ്ക്കാനായിട്ട് സഹായിക്കും.
ഇനി നൈറ്റ് എന്ത് അപ്ലൈ ചെയ്യാം? നൈറ്റ് ക്രീം ആണോ അപ്ലൈ ചെയ്യേണ്ടത്? നൈറ്റ് ക്രീമിനേക്കാൾ എൻ്റെ ഒരു സജഷൻ ഏറ്റവും നല്ലത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഒരു നല്ല വിറ്റാമിൻ സി സിറമാണ്. കാരണം സിറം എപ്പോഴും നമുക്കൊരു ഒരു മാജിക്കൽ റിസൾട്ടാണ് നമ്മുടെ സ്കിന്നിന് തരുന്നത്. അപ്പോൾ രാത്രിയിൽ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം നിങ്ങളൊരു നല്ല വൈറ്റമിൻ സി സിറം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ഗ്ലോ ആക്കി വെക്കാനും ആ ഒരു ഡൾനെസ്, മാർക്കുകൾ, അതേപോലെ ബ്ലമിഷസ്, കരിവാളിപ്പൊക്കെ മാറിക്കിട്ടാനായിട്ടും അത് സഹായിക്കും. ഇനിയും കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ചില സ്കിൻ കണ്ടീഷൻസ് ഉണ്ട്. ഈ ഒരു സമയത്ത് അമിതമായി ഈ വെള്ളം കോണ്ടാക്റ്റ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ കാലുകളിൽ പ്രത്യേകിച്ചും നമുക്കറിയാം എക്സിമ പോലുള്ള രോഗങ്ങൾ വർദ്ധിക്കും. കാരണം മഴവെള്ളത്തിലും ചെളിവെള്ളത്തിലും ഒക്കെ ചവിട്ടി കാലിനെ വൃത്തിയായി സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഫംഗൽ സ്കിൻ ഇൻഫെക്ഷൻസും ഏറെ സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം ഫംഗസിന് ഏറ്റവും ഇഷ്ടം ഈർപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ശരിയായി വൃത്തിയായിട്ട് വിരലിൻ്റെ അടുക്കുകളൊക്കെ വൃത്തിയായി ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഈ ഫംഗസ് ഉണ്ടായിട്ട് അവിടെ പലതരത്തിലുള്ള ഇച്ചിങ് അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ചൊറിച്ചിലും പലതരത്തിലുള്ള റാഷൊക്കെ ഉണ്ടായി പല ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കൈ കാലുകളൊക്കെ നല്ല വൃത്തിയായിട്ട് പുറത്തുനിന്ന് പോയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് തന്നെ ചെറു ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകി ആ വിരലുകളുടെയൊക്കെ ഇടുക്കൊക്കെ നന്നായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കാലുകളിൽ രാത്രിയാകുമ്പോൾ എന്തെങ്കിലും ഒരു ഫുഡ് ക്രീം നിങ്ങൾക്ക് കാലിൽ നിങ്ങൾ സ്യൂട്ടബിളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാലിനെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ക്രീം ഉപയോഗിക്കുന്നതും വളരെയധികം ഉത്തമമാണ്.